ഈ കേരളത്തെ തകർക്കാനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ വി.ഡി. സതീശനാണ്. മുമ്പ് നമ്മൾ കോലീബി സഖ്യം പറഞ്ഞിട്ടുണ്ട്. കോലീബി ഞാൻ കോൺഗ്രസ്, ലീഗ്, BJP സഖ്യം. ഇപ്പൊ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ്, ലീഗ്, BJP, ജമായത്ത് ഇസ്ലാമി. ഈ മൂന്നിനെയും കോർത്തിണക്കുന്ന കോർഡിനേറ്ററാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവല്ല ചേരുക, ഇതിന്റെ കോർഡിനേറ്ററാണ് എന്നതാണ്. ഇതാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ എന്നോട് എന്നെപ്പറ്റി പറയുകയാണ്, ഞാൻ കളവാണ് പറയുന്നത്, ഓർമ്മശക്തിയില്ല. എനിക്കാണോ ഓർമ്മശക്തി ഇല്ലാതെ? നിരന്തരം കളവ് മാത്രം പറയുന്ന നുണ ഒരു മഹാരോഗം പോലെ പിടിപെട്ട വി.ഡി. സതീശനാണ് യഥാർത്ഥത്തിൽ ആ രോഗത്തിന്റെ ഉടമ. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതെന്ന് വിചാരിച്ചാണ് ഈ ജാഥയിൽ. ഇപ്പൊ അദ്ദേഹം ജാഥ തുടങ്ങിയപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്. പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കെന്തോ തകരാറെന്നാണ്. ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പും ധർമ്മോടും അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം 20,000 അടുത്ത് വോട്ടിന് ജയിച്ച ആളാ ഞാൻ. അതിനു മുമ്പ് 1000-1500 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമായിരുന്നു തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ ആദ്യത്തെ പ്രാവശ്യം 19,000, 20,000 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. അത് ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ടൊന്നുമല്ല. ജമായത്തെ ഇസ്ലാമിന്റെ വോട്ട് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കേണ്ട കാര്യമില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചവരാ ഞങ്ങള്. എന്നാൽ ജമായത്തെ ഇസ്ലാം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വ്യക്തികളെ നോക്കി, സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുമെന്ന്. അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്, BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട്, CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ തീരുമാനം. CPIM ഇന്നേ വരെ ജമായത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഒരു വർഗീയ ശക്തിയുമായിട്ടും ഒരു രാഷ്ട്രീയ മുന്നണിയും ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. ഇത് പറയാൻ വി.ഡി. സതീശനാവോ? ഗോൾവാൾക്കറുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുന്ന കാഴ്ച കണ്ടവരല്ലേ നമ്മള്? BJP, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യശാസ്ത്രക്കാരനാണ് ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ പോയിട്ട് ശാസ്ത്രാവും. അപ്പൊ ഞാനൊരു പുസ്തക പ്രകാശത്തിന് പോയതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, RSSന്റെ പരിപാടിയായിരുന്നു എന്നത് പിന്നീട് മനസ്സിലായി. പിന്നെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ശരിയായ രീതിയിൽ പിടിക്കപ്പെട്ടാൽ അതിന്റെ മേലെ ഒരു പ്രതികരണം ഇല്ലാതിരിക്കുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒക്കെ നിലപാട്.